ചില പ്രമുഖ താരങ്ങളെ തൻ്റെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയ സംവിധായകരെപ്പറ്റി ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയത് വൈറലായി മാറിയിരിക്കുന്നു. നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബോയിങ് ബോയിങ് എന്ന സിനിമയ്ക്ക് ശേഷം യേശുദാസിനെ തൻ്റെ സിനിമകളിൽ നിന്നും പ്രിയദർശൻ ഒഴിവാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ എന്നെന്നും കണ്ണേട്ടൻ എന്ന ചിത്രത്തിന് ശേഷം ജഗദീഷ് ശ്രീകുമാറിനെ ഫാസിൽ തൻ്റെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയ കാര്യവും അദ്ദേഹം പങ്കുവച്ചു. പക്ഷേ ആ ഒഴിവാക്കൽ മറ്റുള്ളവർക്ക് കടന്നു വരാനും ഉയർന്നു പോകാനുമുള്ള ഒരു വഴിയായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിയദർശൻ സംവിധാനം ചെയ്ത ബോയിങ് ബോയിങ് എന്ന സിനിമയുടെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയം മ്യൂസിക് ഡയറക്ടർ രഘുകുമാർ, ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംവിധായകൻ പ്രിയദർശൻ, നിർമ്മാതാവ് എവർഷൈൻ ലക്ഷ്മണൻ എല്ലാവരും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലുണ്ട്. രചയിതാവും മ്യൂസിക് ഡയറക്ടറും യേശുദാസിന് പാട്ട് വരിയും പറഞ്ഞുകൊടുത്തു. യേശുദാസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. അപ്പോൾ ആ മുറിയിൽ നിന്നും എല്ലാവരോടും ഇറങ്ങിപ്പോവുവാൻ വേണ്ടി യേശുദാസ് ആവശ്യപ്പെട്ടു. യേശുദാസ് ആവശ്യപ്പെട്ടത് പ്രകാരം എല്ലാവരും ഇറങ്ങിപ്പോയി. പക്ഷേ സംവിധായകൻ പ്രിയദർശൻ മാത്രം അവിടെയിരുന്നു. നിർമ്മാതാവ് അത് സംവിധായകനാണെന്ന് യേശുദാസിനോട് പറഞ്ഞു. ആണെങ്കിൽ എന്താ എന്നായിരുന്നു യേശുദാസ് തിരിച്ച് ചോദിച്ചത്. ഇത് പ്രിയദർശൻ കേട്ടു. കണ്ണീരോടെ പ്രിയദർശൻ ആ റൂമിൽ നിന്നും ഇറങ്ങി. പിന്നീട് തൻ്റെ സിനിമകളിലൊന്നും തന്നെ യേശുദാസിനെ കൊണ്ട് പാടിച്ചില്ല. അത് സത്യത്തിൽ ഗുണമായത് MG ശ്രീകുമാറിനായിരുന്നു എന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു. പ്രിയൻ്റെ മറ്റ് ഹിറ്റ് സിനിമകളിലെല്ലാം തന്നെയും പ്രിയൻ ശ്രീകുമാറിനെ വെച്ച് പാടിക്കാൻ തുടങ്ങി. അതെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശൻ താളവട്ടം എന്ന ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ സംഗീത സംവിധായകൻ രഘുകുമാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് യേശുദാസ് ഒരു പാട്ട് പിന്നീട് പാടുന്നതും. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ റെക്കോർഡിംഗ് സമയത്തുണ്ടായി എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. രാത്രി ഒരു 8 മണിക്കാണ് ഹരിമുരളീരവം പാടാൻ യേശുദാസ് സ്റ്റുഡിയോയിലെത്തിയത്. വരികൾ എഴുതിയെടുത്ത് സംഗീതം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യേശുദാസ് തയ്യാറായപ്പോൾ എല്ലാവരോടും പോകാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു. മുമ്പുള്ള കാര്യങ്ങൾ അറിയാവുന്ന പ്രിയദർശൻ്റെ സുഹൃത്തു കൂടിയായ നിർമ്മാതാവ് സുരേഷ് കുമാർ ഇതിഷ്ടപ്പെടാതെ അവിടെ നിന്നും ഇറങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയി. പാടിക്കഴിഞ്ഞ് രാത്രി 12 മണിയായപ്പോൾ എല്ലാവരും ചേർന്ന് പാട്ട് കേൾക്കാനിരുന്നു. അപ്പോൾ യേശുദാസ് നിർമ്മാതാവ് സുരേഷ് കുമാറിനെ ചോദിച്ചു. സംഗീത സംവിധായകനായ രവീന്ദ്രൻ മാഷ് ഈ കാര്യങ്ങൾ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ യേശുദാസ് സുരേഷ് കുമാറിനെ ഫോൺ വിളിച്ചു. മറ്റൊന്നിനുമല്ല, പാട്ട് നന്നാക്കാൻ വേണ്ടിയാണ്. താൻ പാട്ട് നന്നാക്കിയാൽ അത് നിങ്ങൾക്കല്ലേ ഗുണം എന്നും യേശുദാസ് ഫോൺ ചെയ്ത് സുരേഷ് കുമാറിനോട് ചോദിച്ചു. അതുകൊണ്ടാണ് താൻ മാറി നിൽക്കാൻ പറയുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അത് ശരിയാണെന്ന് സുരേഷ് കുമാറിന് മനസ്സിലായി എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.